ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിൽ സൈലന്റ് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ടിപ്പിക്കൽ സൈൻ അല്ലെങ്കിൽ പ്രധാന ഒരു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ആണ്. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ചെസ്റ്റ് പെയിൻ ആണ് അല്ലെ. അപ്പം ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യന്റിൽ ഷുഗർ കൂടുതലാവുന്നത് കൊണ്ട് തന്നെ ഹൈ ഷുഗർ കണ്ടന്റ് കൊണ്ട് ബ്ലഡിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിലൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. ഡയബറ്റിക് എന്താ പറയുന്നത്, ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്നാണ് ശരിക്കും പറയുന്നത്. നെർവ്സ് ഡാമേജ് ആവുന്നു, പ്രത്യേകിച്ച് ഓട്ടോണോമിക് നെർവ്സിനൊക്കെ ഡാമേജ് ഉണ്ടാവുന്നു. നമുക്കറിയാം ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നെർവ്സ് വഴിയാണ് തലച്ചോറിലോട്ട് അതിന്റെ വേദനയുടെ സിഗ്നൽസ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യന്റില് നെർവ്സിന് ഡാമേജ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ പെയിൻ സിഗ്നൽസ് പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടില്ല, ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടാറില്ല. പല കേസുകളിലും വാഗുമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും, ലൈക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഇൻഡൈജഷൻ, അല്ലെങ്കിൽ എന്താ പറയണ്ട ഫെറ്റീഗ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കും. പക്ഷേ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ പലപ്പോഴും അനുഭവപ്പെടാറില്ല ഈ നെർവ് ഡാമേജ് കൊണ്ട് അല്ലെങ്കിൽ നെർവ്സിന്റെ ഡാമേജ് കൊണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡയഗ്നോസിസ് ഡിലേ ആകാനും ട്രീറ്റ്മെന്റ് വൈകാനും മരണത്തിലേക്കുള്ള സാധ്യത കൂട്ടാനും ഒക്കെ വഴിയൊരുക്കാം. നഴ്സിംഗ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.